വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഇന്നൊരു ഈസി ആയിട്ടുള്ള മത്തങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മത്തങ്ങാക്കറിയാണ്. ഈസി റെസിപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡ് അജയ് കുമാർ, പുള്ളിക്കാരൻ ഹൈദരാബാദിലായിരുന്നപ്പോഴത്തേക്ക് ബാച്ചിലർ ആയിരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അധികം കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് നോക്കാം അല്ലേ. നമ്മളൊരു കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതുകൊണ്ട് ഇച്ചിരി മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ചേറെ വെളുത്തുള്ളി വേണേ. വെളുത്തുള്ളി ഇത്രയും തന്നെ എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി, വലിയ അല്ലിയാണ്, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ വേണ്ടത് തക്കാളി, പിന്നെ കുറച്ച് സവോള. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ആദ്യം നമുക്ക് ഈ മത്തങ്ങ കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ അതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. കടുകിടാം, വറ്റൽമുളക്, നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും അതിനകത്തേക്ക് ഇടുവാണേ. വെളുത്തുള്ളിയും കൂടി ഇടുവാണേ. നമ്മൾ ഈ കറിക്കകത്ത് കൂടുതലും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് എണ്ണയും വേണം. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്, വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇപ്പം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാവേ. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ മാത്രം, വെള്ളം ഒഴിക്കണ്ട, ഇപ്പോൾ മത്തങ്ങ കഷ്ണം മാത്രം പെറുക്കി അതിലേക്ക് ഇടാം. എനിക്കിതൊന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാവേ. ഇനി ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ. പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഒന്നുകൂടി ഇളക്കാം. ഇപ്പം നമ്മുടെ കറി ഒരു പെരളൻ പരുവത്തിലായിരിക്കുന്നത്. മത്തങ്ങയൊക്കെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി കുറച്ചും കൂടെ ചാറ് വേണം എന്നുള്ളവർക്ക് നമ്മൾ മത്തങ്ങ വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിക്കാം കേട്ടോ. ഞാൻ ഒരു ഇച്ചിരി ഒഴിക്കുന്നുണ്ടേ. ആവശ്യത്തിന് നമ്മുടെ എങ്ങനെയാണോ കറിക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഈ സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കാവേ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർക്കുവാണേ. ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. മല്ലിയിലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം, ഇഷ്ടമില്ലാത്തവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർഫുൾ മാത്രമല്ല, നല്ല ഹെൽത്തിയാണ്. ആ ഒരു വെളുത്തുള്ളിയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും മല്ലിയിലയുടെയും ഒക്കെ കൂടെ നല്ല മണം വരുന്നുണ്ട്. ആ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല കൊതി വരുന്ന ഒരു ഐറ്റമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങാക്കറി. സാധാരണ നമ്മൾ മത്തങ്ങ എരിശ്ശേരിയൊക്കെ അല്ലേ വെച്ച് കഴിക്കണേ. അപ്പോൾ ഇത് എൻ്റെ കെട്ടിയോൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വെച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ.
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടാനും മറക്കരുതേ. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഈസി റെസിപ്പീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വരുന്ന വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.